ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കേപ്പ് വെർദെ എന്ന ടീമിന്റെ പോരാട്ട വീരത്തെ സമ്മതിച്ചേ മതിയാകും. മത്സരത്തിന്റെ അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ട് അർജന്റീനയോട് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അടിയും തിരിച്ചടിയും കണ്ട മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് അർജന്റീന കേപ്പ് വെർദയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിലുടനീളം അർജന്റീനയെ വിറപ്പിക്കാൻ കേപ്പ് വെർദെക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഒരു മികച്ച മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു ഇത്. അതായത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ലീഡെടുത്തു. 29ാമത്തെ മിനിറ്റിൽ ലിസാൻഡ്രോയുടെ ഒരു കിടിലൻ പാസ് വരുന്നു. അത് മനോഹരമായ ഒരു ഷോട്ടിലൂടെ മെസ്സി ഗോളാക്കി മാറ്റി. അങ്ങനെ ആദ്യ പകുതിയിൽ അർജന്റീന ലീഡെടുത്തു. പക്ഷെ 59ാമത്തെ മിനിറ്റിൽ കേപ്പ് വെർദെക്ക് വേണ്ടി ഡുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തുകയായിരുന്നു. അതും മനോഹരമായ ഒരു പ്ലേ തന്നെയായിരുന്നു. അങ്ങനെ 59ാമത്തെ മിനിറ്റിൽ കേപ്പ് വെർദെ സമനില നേടി എന്നുള്ളതാണ്. പിന്നീട് മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് ഗോളുകൾ ഒന്നും പിറന്നില്ല. ഇതോടുകൂടിയാണ് എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ 92ാമത്തെ മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. അതായത് ഒരു കിടിലൻ ഷോട്ടിലൂടെ, ഒരു പവർഫുൾ ഷോട്ടിലൂടെ ലിസാൻഡ്രോ ഗോൾ കണ്ടെത്തുകയായിരുന്നു. പക്ഷെ അതിന് തിരിച്ചടിക്കാൻ 103ാമത്തെ മിനിറ്റിൽ കേപ്പ് വെർദെക്ക് കഴിഞ്ഞു. അതായത് കബ്രാളിന്റെ ഒരു മഴവിൽ ഗോൾ പിറക്കുകയായിരുന്നു. മനോഹരമായ ഒരു കർവിംഗ് ഷോട്ടായിരുന്നു അത്. എമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കബ്രാളിന്റെ ആ ഷോട്ട് ഗോൾ വലയിൽ പതിച്ചതോടുകൂടി മത്സരം വീണ്ടും ആവേശത്തിലായി. 2-2 എന്ന നിലയിലാണ് മത്സരം പിന്നീട് മുന്നോട്ട് പോയത്. എന്നാൽ 111ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോയുടെ ഒരു ഹെഡർ പിറന്നു. മെസ്സിയുടെ കോർണർ വരുന്നു, ക്രിസ്ത്യൻ റൊമേറോയുടെ ഹെഡർ പിറക്കുന്നു. അത് ഒരു എതിർ താരത്തിന്റെ കയ്യിൽ തട്ടിക്കൊണ്ടാണ് ഗോളാകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ 2-3 ഗോളുകൾക്ക് അർജന്റീന കേപ്പ് വെർദെയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മത്സരത്തിന്റെ അവസാനത്തിലൊക്കെ കേപ്പ് വെർദെ സമനില ഗോളിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. പക്ഷേ അർജന്റീൻ ഗോൾ കീപ്പറായ എമി അവർക്ക് ഒരു തടസ്സമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ പൊരുതിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ കേപ്പ് വെർദെ പരാജയപ്പെട്ടത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും അർജന്റീനയുടെ അടുത്ത ഘട്ടത്തിലെ എതിരാളികളായിക്കൊണ്ട് ഇപ്പോൾ ഈജിപ്താണ് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.